ക്യാമറ കണ്ണുകളിൽ തെളിയുന്ന നന്മയുടെ നറുമലരുകൾ ദേവരാജ്യ വിസ്തൃതിക്കായി ഉത്സാഹത്തോടെ കാഴ്ചവെക്കുന്നത് തുടരുകയാണ് CMC സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ലിസ്മി. ക്യാമറ ചലിപ്പിക്കുന്നതിനോടൊപ്പം വീഡിയോ എഡിറ്റിംഗിലും സാമർഥ്യമുള്ള സിസ്റ്റർ ലിസ്മി ഇപ്പോൾ തൃശൂർ CMC നിർമ്മല പ്രൊവിൻസിന്റെ യൂട്യൂബ് ചാനലായ നിർമ്മല മീഡിയയ്ക്കായി ആധുനിക സംവിധാനത്തോടെയുള്ള സ്റ്റുഡിയോ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. ക്യാമറ കണ്ണിലൂടെ സഭയുടെ ദർശനങ്ങളും നന്മകളും ഒപ്പിയെടുക്കുന്ന താരമാണ് സിസ്റ്റർ ലിസ്മി CMC. ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നണ്ണുമായ സിസ്റ്റർ ലിസ്മിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. സമൂഹത്തിൽ ക്രൈസ്തവ സഭയുടെ സംഭാവനകൾ തലയെടുപ്പോടെ നിലനിൽക്കുമ്പോൾ ഒരു സന്യാസ സഭയിൽ നിന്നും മാധ്യമമേഖലയ്ക്ക് ലഭിച്ച മുതൽക്കൂട്ടാണ് CMC സന്യാസ സഭാംഗമായ സിസ്റ്റർ ലിസ്മി. കടൽ പോലെ അതിവിശാലമായ നവമാധ്യമരംഗം പരസ്പരം തിരതല്ലുമ്പോഴും അതിൽ നിന്നും വേറിട്ട് ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ക്യാമറയുമേന്തി സിസ്റ്റർ ലിസ്മി ഈശോയുടെ ദർശനങ്ങൾ ഹൃദ്യമായി ഒപ്പിയെടുക്കുകയാണ്. വെല്ലുവിളികൾ നിറഞ്ഞ സമകാലിക ചുറ്റുപാടുകളിൽ സഭയുടെ ഷട്ടർ സ്പീഡിനൊത്താണ് സിസ്റ്റർ ലിസ്മി ഓരോ ഫ്രെയിമുകളും സെറ്റ് ചെയ്യുന്നത്. 2007 സിസ്റ്റർ ലിസ്മി ആദ്യമായി ക്യാമറ കൈകളിലെടുക്കുന്നത്. ആരും പഠിപ്പിക്കാതെ തന്നെ CMC സഭയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഇതറിഞ്ഞ തൃശൂരിലെ സഭാ നേതൃത്വവും മഠത്തിലെ സുപ്പീരിയർമാരും ആ മികവ് കണ്ട് കൈപിടിച്ചുയർത്തി. 2017 എറണാകുളത്ത് സിനിമോട്ടോഗ്രാഫിയിലും എഡിറ്റിംഗിലും ഡിപ്ലോമ കോഴ്സിന് അയച്ചു. പിന്നീട് പ്രൊഫഷണൽ ക്യാമറകൾ കൈകാര്യം ചെയ്യാനും പരിശീലനം നേടി. തുടർന്ന് PG ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് കാലം കടന്നുപോയപ്പോൾ സിസ്റ്റർ ലിസ്മിയിലുള്ള കഴിവിനെ 10 ഇരട്ടിയായി ദൈവം തേച്ചുമിനുക്കി. ഇന്ന് വീഡിയോ ആൽബം ചിത്രീകരിക്കുന്നത് മുതൽ വീഡിയോ എഡിറ്റിംഗ് വരെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സിസ്റ്റർ ലിസ്മി ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമറ നണ്ണാണ്. 27 വയസ്സിലെ ആർത്രൈറ്റിസ് വന്നപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ആത്മവിശ്വാസമൊക്കെ പോയി. സഭയിൽ ഒത്തിരി തീഷ്ണതയോടുകൂടി ഉടുപ്പിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഈശോ ഇതായിരിക്കും ആഗ്രഹിക്കുന്നത് വിചാരിച്ചു. പിന്നീട് എൻ്റെ സഭ എന്നെ ഒത്തിരി ശുശ്രൂഷിച്ച് കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്ന് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാം എൻ്റെ സഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് ദൈവാനുഗ്രഹത്താൽ. എൻ്റെ കോൺഗ്രിഗേഷന് മാത്രമല്ല കത്തോലിക്ക സഭയെ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ടോണി പിതാവ് പറയാറുണ്ട് ഈ കന്യാസ്ത്രീ ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന്. ഇന്ന് മീഡിയ കത്തോലിക്ക ഒത്തിരി ഇതിൽ പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അന്ന് ആദ്യത്തെ ഒരു 2 വീഡിയോ ചെയ്യാനായിട്ട് അച്ഛന്മാർ വിളിച്ചിരുന്നത്. പിന്നീട് എനിക്ക് നിർമ്മല മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി അച്ഛന്മാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാബു പാണാട്ടുപറമ്പിൽ അച്ഛനൊക്കെ 4 മിനിറ്റ് പ്രസംഗമൊക്കെ പറഞ്ഞ് ഒത്തിരി എന്നെ പുഷ് ചെയ്ത് അങ്ങനെ നിർമ്മല മീഡിയ ഒത്തിരി വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റു കോൺഗ്രിഗേഷൻസിൽ ഇപ്പം മീഡിയ ചെയ്യാനായിട്ട് പോകുമ്പോൾ വൊക്കേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പാട്ട് എഴുതിയിട്ട് അതിനെ ഒരു എന്താ പറയുക ആൽബം രൂപത്തിൽ വരാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ഭയങ്കര കൂടുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കാം ഇടവകകളിൽ നിന്ന് വിളിക്കുമ്പോൾ കോൺഗ്രിഗേഷൻസ് നിന്ന് വിളിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷത്തോട് കൂടി പോയി ഞാൻ പോകാറുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീഡിയോ അങ്ങനെ കിട്ടാനായിട്ട്. ഒരു പാട്ട് കിട്ടി കുറേ ഇമേജസ് ചേർത്ത് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ ക്യാമറയിലൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പ്രൊഫഷണലിസം ഇതിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ക്യാമറ കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നല്ല മനസ്സുകളുടെ ഒത്തിരി സഹായത്താലാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സഭയ്ക്ക് ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ ഇപ്പോൾ നാളെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ആ സമയത്തും ലിസ്മി ഫോട്ടോ വേണം വീഡിയോ വേണം എന്ന് പറയുമ്പോൾ നമ്മളെ ആവശ്യമുണ്ടെന്ന് അതറിയുന്നതല്ലേ നമുക്ക് വലിയൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നാറുണ്ട്. ഈശോയെ വീൽ ചെയറിലിരുന്ന് എന്നെ നീ നടത്തിച്ച് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കും എന്നെ ആവശ്യമുണ്ടെന്ന് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇരിക്കുമ്പോൾ സന്തോഷം മാത്രം, നന്ദി മാത്രം.
1500-ലേറെ മ്യൂസിക്കൽ ആൽബങ്ങൾക്കും നിരവധി ഹ്രസ്വചിത്രങ്ങൾക്കുമായി സിനിമോട്ടോഗ്രാഫിയും എഡിറ്റിംഗും ഡയറക്ഷനുമെല്ലാം ചെയ്യാൻ സിസ്റ്റർ ലിസ്മി CMCയെ പ്രാപ്തയാക്കിയത് അചഞ്ചലമായ മരിയൻ ഭക്തിയാണ്. ഓരോ വർക്കുകളിലും പ്രൊഫഷണലിസവും കൈയടക്കവും കണ്ട് പല കോണുകളിൽ നിന്നും ആശംസാ പ്രവാഹം എത്തുമ്പോൾ താങ്ങായി നിൽക്കുന്ന സഭാധികാരികൾക്കും അതൊരു അഭിമാനമാണ്. ചെറിയ പ്രവൃത്തികളിൽ പോലും നൽചിന്തകളുടെ ഫ്ലാഷ് അടിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മുടെ ഇൻസൈറ്റ് ഫോക്കസ് ചെയ്യണം. എങ്കിൽ മാത്രമേ സഭയ്ക്കും സമൂഹത്തിനും ഉപകാരമുണ്ടാകൂവെന്നും സിസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നു. കുറെ നാളായുള്ള ആഗ്രഹമാണ് വിശുദ്ധരെക്കുറിച്ചുള്ള സിനിമയെടുക്കണമെന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒപ്പം മറ്റു ചില പദ്ധതികളുമുണ്ട്. ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്യാവുന്ന ഒരു മോഹമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു കന്യാസ്ത്രീ എന്ന നിലയിൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്താന്ന്. പക്ഷേ ഞാൻ ചിന്തിക്കാം, നല്ല സിനിമകൾ കാത്തിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് നമുക്ക്. കാരണം നമ്മൾ നല്ലത് കൊടുക്കാതെ അവർ TV കാണുന്നു, സിനിമ കാണുന്നു, എപ്പോഴും മൊബൈൽ തോണ്ടിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നല്ലത് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. ശരിക്കും കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു കുഞ്ഞാഗ്രഹമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ പ്രോവിൻസ് എനിക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഭ ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു നല്ല സിനിമ, ഒരു സന്യാസത്തിൽ നിന്ന് വരാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ തൃശൂർ CMC നിർമ്മല പ്രൊവിൻസിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ലിസ്മി സഭയുടെ യൂട്യൂബ് ചാനലായ നിർമ്മല മീഡിയയ്ക്കു വേണ്ടി ആധുനിക സംവിധാനത്തോടെയുള്ള ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒരുക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ. സ്റ്റുഡിയോയുടെ രൂപകൽപ്പന മുതൽ അതിനുവേണ്ട ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വരെ സിസ്റ്ററിന്റെ കയ്യൊപ്പുണ്ട്. സ്റ്റുഡിയോയ്ക്കാവശ്യമായ ഫർണിച്ചറുകളെല്ലാം നിർമ്മിക്കുന്നതാകട്ടെ സ്വന്തം തൊടിയിൽ നിന്നും ലഭിച്ച മരത്തടികൾ കൊണ്ടാണ്. 4 മാസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. കാരണം ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാണ്. നിർമ്മല മീഡിയയ്ക്ക് ഒരു പുതിയ ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഈശോ തരാണ്. മാതാവിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി നന്മ നിറഞ്ഞവരെയും ചൊല്ലി സിസ്റ്റേഴ്സ് കാത്തിരിക്കുകയാണ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രോവിൻസിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ചെയ്യുമ്പോൾ 4-5 പേര് കൺസൾട്ടേഷനൊക്കെ ആയിട്ട് നമുക്ക് സഹായത്തിന് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല മനസ്സുകൾ ജോലി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റുഡിയോ കാണുമ്പോൾ ഈശോ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഒരു 9 വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ 9 വർഷത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ. പഴയ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എങ്ങനെയാണ്, ഹാൻഡ് റെയിൽ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ, പഴയ മരങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരി കരവിരുതിൽ നമ്മുടെ സഹോദരങ്ങൾ ഇത് ഉണ്ടാക്കി തന്നു. അതുപോലെ ഇവിടെ വന്ന് സഹായിച്ചിട്ടുള്ളവരോടൊക്കെ നന്ദി മാത്രം. പ്രത്യേകിച്ച് എൻ്റെ പ്രോവിൻസിനോട്, അമ്മയും കൗൺസിലേഴ്സും എല്ലാം വിശ്വസ്തയോടെ ഏൽപ്പിക്കുകയും സപ്പോർട്ട് നൽകി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ഒരു സ്റ്റുഡിയോ തീരാണ്. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഓരോ സമയത്ത് ഇത് ഫീൽ ചെയ്യുന്നത്. ദൈവസൃഷ്ടികളുടെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നതിൽ കഠിനാധ്വാനിയായ സിസ്റ്റർ ലിസ്മി CMCയെ തേടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരവും KCBC മാധ്യമ പുരസ്കാരവും മറ്റു പുരസ്കാരങ്ങളുമെത്തി. ആത്മീയ സേവനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്നത് തന്റെ ജീവിതത്തിലൂടെ തുറന്നുകാട്ടുന്ന സിസ്റ്റർ ലിസ്മി CMC മാധ്യമരംഗത്തെ ഒരു വിഭാഗം പുഴുക്കുത്തുകൾക്കിടയിലെ നേരിന്റെ വ്യൂ ഫൈൻഡറാണ്. ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ക്യാമറയും ഏന്തുന്ന ഈ സന്യാസിനി മാധ്യമരംഗത്ത് വലിയ പ്രചോദനമാണ്. സുവിശേഷ ജീവിതത്തോടൊപ്പം ഭാവിയിൽ വലിയ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ ടോബിനുമൊപ്പം റിജോ സേവ്യർ, ഷെഗ്യാന ന്യൂസ്, തൃശൂർ.